അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എന്നുള്ളത് എൻ്റെ നാടായ വില്യാപ്പള്ളിയിലെ ശീരക്കോൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പറമ്പിൽ പള്ളി ജുമാ മസ്ജിദിലാണ്. ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ 7 മഹലിൻ്റെ കീഴിലുള്ള ഖബർസ്ഥാൻ കൂടി വെക്കുന്ന ഒരു പള്ളിയാണിത്. ഇന്നിവിടെ നോമ്പ് 27-ന് വിപുലമായൊരു നോമ്പ് തുറയാണ്. കപ്പിൻ്റെ വിട തൈക്കുറ്റിയിൽ ഫാമിലിയുടെ ഒരു നോമ്പ് തുറയാണെന്ന് വിട. അതുകൂടാതെ ഗംഭീര പരിപാടി എന്നുണ്ട്. നോമ്പ് 27 രാവ് പ്രത്യേകിച്ച് ഇവിടെ എല്ലാ മഹലിലെ ആൾക്കാരും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാണ്. അതുകൂടാതെ നാളെ നോമ്പ് 27-നും ഇവിടെ പറമ്പിൽ പള്ളിയിലെ മക്കാമിൽ ആണ്ടും കൂടിയാണ് നാളെ. മാഷാ അല്ലാഹ്. ബാക്കിയുള്ള കാഴ്ചകളായ വിശേഷങ്ങളായിട്ട് നമുക്ക് رمضان كريم 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 شهر عظيم 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 رمضان كريم 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 شهر عظيم 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 قم للعبادة تلقى السعادة قم للعبادة تلقى السعادة تلقى السعادة تلقى النعيم رمضان زمان البركات رمضان زمان الحسنات رمضان زمان البركات رمضان زمان الحسنات رمضان مجال الصلوات طوبى للنفس بتقواها رمضان كريم 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 شهر عظيم 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 رمضان كريم 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 شهر عظيم 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 ഓ മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇതല്ലോ സ്മാർഗ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സുഖം. അൽഹംദുലില്ലാഹ്. ഇല്ല ഞാൻ ഇപ്പം വന്നതാ, ഒരു മാസമായി. എന്താ ബിരിയാണി. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. നോമ്പിടെ നോമ്പ് മുറിഞ്ഞു പോകും ഇപ്പോ ഇതിന് മണം കൊണ്ട്. ഓ ആ സുബേർക്ക എന്തെല്ലാണ് റാത്തല്ലേ? ഇത് കണ്ടോളൂ. ഏതാണ് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ. എല്ലാവരും നോമ്പ് തുറേൻ്റെ ഒരുക്കങ്ങളിലാണ് ഇവിടെയുള്ള. മാഷാ അല്ലാഹ്. റഷീ എന്തെല്ലാണ്? ഇല്യാസ്ക എന്തെല്ലാണ്? പഴയ വോളിബോൾ താരം. ഇത് മറ്റൊരു കടത്തനാടിന്റെ വോളിക്കോർട്ടിൽ മിന്നും താരം, വോളിബോൾ ഇതിഹാസം സൈദക്കയും ഇല്യാസ്കയും. എന്തെല്ലാണ്? നോമ്പ് 27 വിപുലമായ പരിപാടിയാണെന്ന് തുറക്കുന്നത്. നിങ്ങളെ നോമ്പ് തരാണ് അല്ലേ? ഞങ്ങൾ എല്ലാ കൊല്ലവും 27 നോമ്പ് നമ്മുടെ തൈക്കുറ്റി ഫാമിലിയാണ് തുറക്കുന്നത്. മാഷാ അല്ലാഹ്. ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതല്ല പക്ഷെ അതെല്ലാവരും തന്നെ നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പറമ്പിൽ പള്ളിയിലെ ആണ്ട് മക്കാം ആണ്ട് നാളെയാണ്. ആണ്ട് നാളെയാണ്. സാധാരണ നോമ്പ് 27 ഇവിടെ പരിപാടി കൊല്ലങ്ങളായിട്ട് നടത്തി വരുന്നതാണല്ലേ ഇവിടെ? ഇപ്പോൾ ഇന്നും നാളെയായിട്ട് ഗംഭീര പരിപാടി അല്ലേ? ഇന്ന് 27 ഒരുപാട് ആളുണ്ടാവും, നാളെ ഉണ്ടാവും. അതുപോലെ ഇവിടെ ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്ത് പിന്നെ സിയാറത്തെല്ലാം ചെയ്യല. ബാബ ഒരു ജുമാഅത്ത് പള്ളിന്റെ മൈ തൂക്കുന്ന പള്ളി അല്ലേ? 7 മഹലിലെ മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പറമ്പൽ പള്ളിയിലെ മഹലിലെ പ്രസിഡന്റ് ആയില്ല. ഇതെല്ലാം അതറിയാം എനിക്ക് ആ വിശേഷങ്ങൾ. ഓ അല്ല അതറിയാം. അത് മുസ്ലിം ജമാഅത്തിന് പോയ കമ്മിറ്റിയുള്ള ആളാണല്ലോ തറവ് എനിക്കാ. എന്നാലും നമ്മളെന്തെങ്കിലും സംസാരിക്കുക ഇവിടെ നോമ്പ് തുറനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് 2 വാക്ക്. അത് വില്യാപ്പള്ളിയുള്ള, ഇത് പറമ്പൽ പള്ളിയിലെ പറമ്പൽ പള്ളിയിലെ മഹലിലെ പ്രസിഡന്റ് ആയില്ല.
ഇതല്ല അതറിയാം ആ വിശേഷങ്ങൾ. ഓ അല്ല അതറിയാം. അത് മുസ്ലിം ജമാഅത്തിന് പോയ കമ്മിറ്റിയുള്ള ആളാണല്ലോ തറവേനിക്ക. എന്നാലും നമ്മളിന്നലെ സംസാരിക്കും ഇവിടെ നോമ്പ് തുറനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് 2 വാക്ക്. അത് വലിയ പള്ളിയല്ല, ഇത് പറമ്പൽ പള്ളിയല്ല. നടക്കുന്ന നോമ്പിനെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഫാമിലിന്റെ നോമ്പറ അതിഗംഭീരമായി കുറച്ച് കാലങ്ങളായി നടന്നു വരുന്നു. ഇന്നും അതുപോലെ തന്നെ നടക്കുന്നു. പള്ളിയിൽ നോമ്പറ തുടക്കം എൻ്റെ മുതൽ ഇങ്ങോട്ട് എല്ലാ ദിവസവും ഇത്ര ഗംഭീരമൊന്നും അല്ലെങ്കിലും പതിവായിട്ട് നടന്നു വരുന്നുണ്ട്. 30 വരെ ഇക്കുറിയും നടക്കും. യാതൊരു കുറവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാണ് നോമ്പ് തുറനെ പറ്റിയിട്ട് 2 വാക്കുകൾ പറഞ്ഞാലും. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതെ എല്ലാവരും വരും അല്ലേ, സന്തോഷത്തിലോ പങ്കെടുത്തു ഇൻഷാ അല്ലാഹ്. എന്നാലും നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണ് നോമ്പ് തുറ കൊല്ലങ്ങളായിട്ട് നടന്നു വരുന്നതല്ലോ? റോം 27 രാവ് ഇവിടെ പറമ്പൽ പള്ളി, പ്രത്യേകിച്ച് പറമ്പൽ പള്ളീൻ്റെ കീഴിലുള്ള 7 മഹലിലുള്ള ആൾക്കാർ കൊല്ലങ്ങളായിട്ട് 27 രാവിലോട് വരും, സിയാർത്ത് ചെയ്യും. ഇവരുമായിട്ട് എല്ലാവരും വരും. ഒരു പണ്ട് മുതലുള്ള ഞാൻ ചെറുപ്പത്തിൽ കാണലുണ്ട്, തുടർന്ന് പോകുന്നില്ല. കൊല്ലം കൂടുന്നവർ ഇങ്ങനെ പരിപാടികൾ കൂടുതലായിട്ടില്ല, അങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് അല്ലേ? മാഷാ നല്ല അടിപൊളി ദംഷാന്നല്ലേ ബോംബെ ചായ അത് മസാല അല്ലേ? ഒരുപാട് ഉസ്മാൻ ഖാൻ്റെ ചായ. നിങ്ങളെ പേരുന്നോ? ഇസ്മായിൽ ഖാൻ. അതെ അതെ. ഇതിന്റെ രുചിക്കൂട്ടെന്നാണ് ഇസ്മായിൽ ഖാൻ. ഇതിന്റെ രുചിക്കൂട്ടെന്നാണ് നിങ്ങൾ സീക്രറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞു കൊടുക്കൂല. അതെ അതെ. മാഷാ അല്ലാഹ്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ. എല്ലാവരും വരുന്നുണ്ട് ഇവിടെ. ഗംഭീര പരിപാടി ഇത് പറമ്പൽ പള്ളിയിൽ. അസ്സലാമു അലൈക്കും. എന്തല്ല ഉസ്താദേ? റസാഖ് ഉസ്താദ്. ഉസ്താദേ നോമ്പ് തുറനെ പറ്റി 2 വാക്കുകൾ. എല്ലാ കൊല്ലവും ഇത് ഈത്ത പറഞ്ഞാ കുടിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാ കൊല്ലവും എല്ലാ വർഷവും നടത്തി വരാറുള്ള 26ാമത്തെ നോമ്പിന്റെ തുറ ഇന്നിവിടെ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ നോമ്പ് തുറ ഉണ്ടായിരിക്കും. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യും. എല്ലാം കബൂലാക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഇരിക്കുന്നേ നോമ്പ് തുറക്ക് എല്ലാവരും പോവുകയാണ്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഉസ്മാനിക്ക എന്തെല്ലാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റാത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. മിസ്റ്റർ ഷബീബ് എന്തെല്ലാം മുത്തമണി സുഖല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാം ഫൈസൽക്ക വിശേഷങ്ങൾ? റാത്തല്ലേ? റമദാൻ 27 പറമ്പൽ പള്ളിയിലെ നോമ്പ് തുറയാണെന്ന്. പിന്നെ എന്തെല്ലാം നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം? ഇന്ന് ഗംഭീര പരിപാടിയല്ലേ? നിസാറിൽ പോലെ നിങ്ങൾ തെറ്റിക്കളല്ലേ എവിടെ പോന്നെ? ഏതാ ഇതൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? നോമ്പ് 27 ഇന്ന് നോമ്പ് തുറയാന്നല്ലോ. ഇവിടെ വിപുലമായ പരിപാടിയാണ്, കൊല്ലങ്ങളായിട്ട് നടത്തി വരുന്നതാണോ അല്ലേ ഇവിടെ? ഇതിപ്പോൾ ഈ പള്ളിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട് അറിയാം? പറയാൻ പറ്റില്ല അല്ലേ? എന്നാലും ഏകദേശം ഒരു 100-200 വർഷത്തിൻ്റെ മുകളിൽ ഉണ്ടാവും അല്ലേ? ഏതായാലും ഇതിൻ്റെ ചരിത്രങ്ങൾ അറിയുന്ന ആളായിട്ട് സംസാരിക്കേണ്ടി വരില്ലേ? എന്തെല്ലാം വിശേഷങ്ങൾ? അറിയാത്തല്ലേ? ഇന്ന് തൈക്കുറ്റിയിലെ നോമ്പ് തുറയാണെന്ന് ഇവിടെ വരുന്നുണ്ടല്ലേ? ഇവിടുന്ന് എല്ലാവരും കവറും പുറത്തും സിയാർത്ത് ചെയ്യുന്നുണ്ട്. സന്തോഷമായിട്ട് നോമ്പ് പോകുന്നില്ല. എന്തെല്ലാം പറമ്പൽ പള്ളിയുടെ നോമ്പ് പറയുന്ന പ്രത്യേകത നമ്മൾ സ്വന്തം പുരയിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ പള്ളിയിലല്ലേ. അപ്പൊ അവരോട് കൂടി ഒരു നോമ്പ് പറയാൻ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്നല്ലേ? അതാണ് എന്റെ ഉപ്പ ഇവിടെയാണുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വിശേഷങ്ങള് നമ്മളെ തൈക്കുറ്റി കുന്നോത്ത് കപ്പീന്റെ ഇവിടെ നോമ്പ് തുറയാണ് ഇവിടെ. നമ്മുടെ കുടുംബത്തിന്റെ ഒരു നോമ്പ് തുറയാ ഇന്ന് ഇവിടെ. മാഷാ അല്ലാഹ്. ഒരു സംഗമം കൂടിയാണ് അല്ലേ? സിയാറത്തും കൂടിയാണ്. എല്ലാവരും ഉണ്ട് അല്ലേ? അതെ 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 അതെ. മാഷാ അല്ലാഹ്. ഇതിനെ പറ്റിയിട്ട് പിന്നെ റൂഫ് ഈ പള്ളിക്ക് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും അറിയാം? പള്ളിന്റെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നാലും ഒരുപാട് കൊല്ലം പഴക്കണ്ടല്ലേ? മാഷാ അല്ലാഹ്. കാക്ക വിശേഷങ്ങള് സുഖല്ലേ? റാത്തന്നല്ലേ? മാഷാ അല്ലാഹ്.
പിന്നെ ഞങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടതിൽ സന്തോഷം. എന്തെല്ലാം നിങ്ങളൊരു അഭിപ്രായം പറയണം? നോമ്പ് 27 ഇവിടെ പ്രഗത്ഭമായ നോമ്പ് പറയാന്ന് വിടാം. അള്ളാഹു നിലനിർത്തി. ആമീൻ ആമീൻ. നമുക്കിപ്പോ പറയാം, ഒന്നും പറയാനില്ല, വാക്കുകൾ അതീതമാണ് അല്ലേ? ഇല്ല, അതെ അതെ അതെ, റാഹത്ത് തന്നെ. പിന്നെ അതുകൂടാതെ ഈ പിന്നെ പറമ്പിൽ പള്ളി എന്ന് പറയുന്ന ഈ മഹലിൻ്റെ കീഴിലുള്ള ഖബർസ്ഥാൻ വലിയൊരു ഇതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മഹലിൻ്റെ ഉള്ള ആൾക്കാരെ പിന്നെ മയ്യത്ത് ഇവിടെ കവറടക്കുന്നതാണ്. അതുകൂടാതെ ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു രാജാവാണ് ഈ പറമ്പ് പള്ളി കൊടുത്തതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏകദേശം നമുക്ക് ചുരുക്കി പറയാം. എന്നാലും ഈ പള്ളിക്ക് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകുന്നറിയാം? അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 100ന്റെ മേലെ ഒരു ഉണ്ടാവില്ല, പഴക്കം ഉണ്ടാവാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഉണ്ടാക്കെ വന്നിരിക്കുന്നു. എന്തെല്ലാം റിസൽക്ക വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെ. അല്ലാഹു അലൈഹിസ്സലാം റഹ്മത്തുള്ളാഹി. ഇതല്ല ഡോക്ടർ അഫ്സൽ, എന്തെല്ലാം മുത്തുമണി, സുഖല്ലേ? ശരിക്കാ, അസ്സലാമു അലൈക്കും. റാഹത്തല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നാസർക്ക, എന്തെല്ലാണ്? റാഹത്തല്ലേ? അസ്സലാമു അലൈക്കും. എല്ലാവരും വരുമോ? പെട്ടെന്ന് വരുമോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം റാഹത്തല്ലേ? നോമ്പ് 27. ഇന്നത്തെ ഒരു പരിപാടിയെ പറ്റിയിട്ട് നിങ്ങളത് പറയണോ? കാരണം വലിയ സിയാറത്തൊക്കെയാണ്, അതുപോലെ മഖാമ് സിയാറത്ത് കുറെ കഴിഞ്ഞ് ജാറുമൂടി കഴിഞ്ഞു. അതെ അതെ, അൽഹംദുലില്ലാ വളരെ റാഹത്താണ്, സുന്ദരമാണ്. അതെ, വലിയ നോമ്പ് പറയുന്നുണ്ട്. നാളെയും പരിപാടിയുണ്ട്. അതെ അതെ, നാളെ സിയാറത്ത് ഉണ്ടാവും. സിയാറത്തെല്ലാം എന്തുകൊണ്ടും വളരെ ഉഷാറിലാണ്. നമസ്കാരം, എന്തെല്ലാണ്? എല്ലാവരും പിടിക്കണം ഇൻഷാ അല്ലാഹ്. എന്തെല്ലാണ്? ഇതെല്ലാം നമുക്ക് എല്ലാവരും ഉണ്ട്, കുട്ടികളാണ് കേട്ടോ, എല്ലാവരും യുവാക്കള്. ഇതമാർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇവിടെ വന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. അസ്സലാമു അലൈക്കും. ഇതല്ല റാത്തല്ലേ ഷബീർക്ക? അൽഹംദുലില്ലാ, റാത്ത് തന്നെ. അസ്സലാമു അലൈക്കും. ഇതല്ല അലിക്ക. ഓ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാണ്? എല്ലാവരും ഉണ്ട് അല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ജാഫർക്ക, ഇതല്ല അസ്സലാമു അലൈക്കും. എല്ലാവരും ഉണ്ട് മാഷാ അല്ലാഹ്. നമ്മളാരും വിടുന്നില്ല. തങ്ങളെ എന്തല്ല? നമ്മളാരും ഒഴിവാക്കൂല. അസ്സലാമു അലൈക്കും. ഇതെല്ലാണ് റാത്തല്ലേ? حول مسجدنا يا رب العالمين. آمين. إلى آمين. 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 പള്ളി അങ്ങോട്ട് آمين.
ആമീൻ. ഫൈസൽക്കാ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ഉഷാറായില്ലേ പരിപാടിയല്ല? അൽഹംദുലില്ലാ പരിപാടി ഉഷാറായി.